സാങ്കേതിക സർവകലാശാലയുടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ പരിപാലനത്തിന് പ്രതിവർഷം 7 കോടി രൂപ നൽകി വരുന്നത് സർക്കാർ ഉത്തരവുകളുടെ ലംഘനമാണെന്ന് 2024 അക്കൗണ്ട് ജനറലിന്റെ ഓഡിറ്റിംഗിൽ കണ്ടെത്തി. 1/2 കോടി രൂപയിൽ കൂടുതലുള്ള IT പ്രൊജക്ടുകൾ സംസ്ഥാന സർക്കാരിന്റെ IT വകുപ്പിന്റെ അനുമതി കൂടാതെ നടപ്പിലാക്കിയത് ഗുരുതര വീഴ്ചയാണെന്നും കണ്ടെത്തി. കാലാവധി കഴിഞ്ഞ് 1 വർഷം പിന്നിട്ടിട്ടും പുനഃസംഘടിപ്പിക്കാതെ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് തുടരുന്നതായ ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ AGയുടെ റിപ്പോർട്ട് പുറത്തുവന്നത്. സർവകലാശാല കെൽട്രോണിന് ഇ-ഗവേണൻസിന് നൽകിയ കരാർ സർവകലാശാലയുടെ അനുമതി കൂടാതെ കെൽട്രോൺ ഒരു സ്വകാര്യ കമ്പനിക്ക് ഉപകരാർ നൽകി. സ്വകാര്യ കമ്പനി നിയോഗിക്കുന്ന ജീവനക്കാരുടെ യോഗ്യതയും കഴിവും സർവകലാശാല പരിശോധിക്കാതെയും സർവകലാശാലയുടെ യാതൊരു മേൽനോട്ടവും കൂടാതെയും പരീക്ഷാ സംബന്ധമായ സോഫ്റ്റ്വെയർ ജോലികൾ ചെയ്യുന്നത് ഗുരുതര വീഴ്ചയാണെന്നും AG കണ്ടെത്തി. സിൻഡിക്കേറ്റ് മെമ്പറായ PK ബിജു AKG സെന്ററിലേക്കും CIT ഓഫീസിലേക്കും പോകുന്നതിനായി സാങ്കേതിക സർവകലാശാലയുടെ വാഹനങ്ങൾ സ്ഥിരമായി ദുരുപയോഗം ചെയ്യുന്നതായും സ്റ്റാറ്റ്യൂട്ടറി ഉദ്യോഗസ്ഥന്മാർ ഉപയോഗിക്കേണ്ട സർവകലാശാല വാഹനങ്ങൾ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ടവർ ദുരുപയോഗം ചെയ്യുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. രജിസ്ട്രാറുടെ നിയന്ത്രണത്തിലുള്ള വാഹനങ്ങളുടെ അനുബന്ധ ലോഗ് റെക്കോർഡുകൾ കൈകാര്യം ചെയ്യുന്ന കൺട്രോളിംഗ് ഓഫീസറുമായി നിയമിച്ചിരിക്കുന്നത് ഒരു ക്ലാസ് 4 ജീവനക്കാരനെയാണെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. സർവകലാശാലയിലെ ഇടതുപക്ഷ സംഘടനയുടെ പ്രസിഡന്റായിരുന്ന ഹരികൃഷ്ണന് ശമ്പള കുടിശ്ശിക ഇനത്തിൽ അനധികൃതമായി നൽകിയ 88,000 രൂപ തിരിച്ചടപ്പിക്കാതെ അദ്ദേഹത്തിന് വിരമിക്കൽ അനുവദിച്ചത് ഗുരുതര വീഴ്ചയാണെന്നും 18% പലിശയോടുകൂടി തുക ഈടാക്കണമെന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് യാതൊരു നിയമങ്ങളും പാലിക്കാതെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നും കുറ്റപ്പെടുത്തി. CPM സംഘടനാ നേതാവ് കൈപ്പറ്റിയ തുക തിരിച്ചു വാങ്ങാൻ സർവകലാശാല തയ്യാറായിട്ടില്ല. മുൻ വൈസ് ചാൻസലർ ഡോക്ടർ രാജശ്രീയും മുൻ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ അയൂബും വീട്ടുവാടക ഭത്തയും ശമ്പള പരിഷ്കരണ കുടിശ്ശികയും ഉൾപ്പെടെ 18 ലക്ഷത്തിലധികം രൂപ അനധികൃതമായി കൈപ്പറ്റിയതായും കണ്ടെത്തി. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ അല്ലാതെ കരാർ ജീവനക്കാരെ നിയമിച്ചതും അവർക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വേതനത്തിന് അധികമായ തുക വേതനമായി നൽകുന്നത് ഗുരുതര വീഴ്ചയാണെന്ന് റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സാങ്കേതിക സർവകലാശാലയിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളിൽ വിശദമായ അന്വേഷണം നടത്താനും സാമ്പത്തിക ക്രമക്കേടുകൾ തടയാനും വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി. അതിനിടെ 2 ദിവസം മുമ്പ് സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് വൈസ് ചാൻസലർ ഡോക്ടർ K ശിവപ്രസാദ് യോഗം പിരിച്ചുവിട്ടിരുന്നു. VC ഇറങ്ങിപ്പോയ ശേഷവും തുടർന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രത്യേക യോഗത്തിൽ പങ്കെടുത്തതിന് രജിസ്ട്രാർ ഡോക്ടർ A പ്രവീണിന് VC കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. VC ആയി ഡോക്ടർ K ശിവപ്രസാദ് ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ സിൻഡിക്കേറ്റ് യോഗത്തിലാണ് 1 മണിക്കൂറോളം ബഹളമുണ്ടായത്. CPM പ്രതിനിധികളായ PK ബിജു, സച്ചിൻ ദേവ് MLA എന്നിവർ അജണ്ടകൾ ചർച്ച ചെയ്യാൻ അനുവദിച്ചില്ലെന്നാണ് വിമർശനം. ഒറ്റ അജണ്ടയും പരിഗണിക്കാതെയാണ് യോഗം പിരിഞ്ഞത്. പ്രത്യേക യോഗം അസാധുവാണെന്നും ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും VC പ്രത്യേക ഉത്തരവിറക്കും. ചട്ടവിരുദ്ധമായി സിൻഡിക്കേറ്റ് യോഗം ചേർന്നതും രജിസ്ട്രാർ ആ യോഗത്തിൽ പങ്കെടുത്തതും സംബന്ധിച്ചിട്ടുള്ള വിശദമായ റിപ്പോർട്ട് ഗവർണർക്ക് VC കൈമാറുകയും ചെയ്തു.